ടോപ്പിക് എന്ന് പറഞ്ഞത് ട്രാൻസ്ഡ്യൂസറാണ് കേട്ടോ. ട്രാൻസ്ഡ്യൂസർ എന്താണ് ട്രാൻസ്ഡ്യൂസർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എ ഡിവൈസ് വിച്ച് കൺവേർട്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ദി പ്രൊപ്പോർഷണൽ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ദി ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസർ മേ ബി ഏതൊക്കെ ആയിരിക്കാം? വോൾട്ടേജ് ആവാം, കറൻറ്റ് ഓർ ഫ്രീക്വൻസി ആവാം. എ ട്രാൻസ്ഡ്യൂസർ യൂസസ് മെനി എഫക്ട്സ് ടു പ്രൊഡ്യൂസ് സച്ച് കൺവേർഷൻ. ദി പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് സിഗ്നൽ ഫ്രം വൺ ഫോം ടു അതർ ഈസ് കാൾഡ് ട്രാൻസ്ഡക്ഷൻ. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് വൺ സിഗ്നൽ ഫ്രം വൺ ഫോം ടു അനദർ, അതിനാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. എ ട്രാൻസ്ഡ്യൂസർ ഈസ് കോൾഡ് പിക്കപ്പ് ഓൾസോ. പിക്കപ്പ് എന്ന് പറഞ്ഞാലും ട്രാൻസ്ഡ്യൂസറിന് മറ്റൊരു പേരാണ് പിക്കപ്പ് എന്നുള്ളത്. ദി ട്രാൻസ്ഡക്ഷൻ എലിമെൻറ്റ് ട്രാൻസ്ഫോംസ് ദി ഔട്ട്പുട്ട് ഓഫ് ദി സെൻസർ ടു ആൻ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഡക്ഷൻ എലിമെൻറ്റ് വർക്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, നമ്മൾ എന്താണ് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സംഭവം. അതിന് സെൻസിങ് എലിമെൻറ്റ് സെൻസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ഒരു സെൻസിങ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സെൻസിങ് റെസ്പോൺസാണ് ട്രാൻസ്ഡക്ഷനിലോട്ട് പോകുന്നത്. ഈ ട്രാൻസ്ഡക്ഷൻ എലിമെൻറ്റിലോട്ട് എന്ത് ചെയ്യും? ട്രാൻസ്ഡക്ഷൻ എലിമെൻറ്റ് ഈ സെൻസിങ് റെസ്പോൺസിനെ എന്ത് ചെയ്യും? മറ്റൊരു ഫോമിലോട്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് അത് പുറത്തോട്ട് വരും. ഈ ഇലക്ട്രിക് സിഗ്നലിനാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മെഷർമെൻറ്റിൻ്റെ ഇതിൽ പഠിച്ചു, എന്ത് ചെയ്യും? ഇതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ആംപ്ലിഫൈയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ദി ട്രാൻസ്ഡ്യൂസർ വിൽ ഹാവ് ബേസിക്കലി ടു മെയിൻ കോമ്പണൻറ്റ്സ്. എന്തൊക്കെയാണ്? മെയിനായിട്ട് രണ്ട് കോമ്പണൻ്റ് ഉണ്ട്. ഒന്ന് സെൻസിങ് എലിമെൻറ്റ്. ദി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ ഇറ്റ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് സെൻസ്ഡ് ആൻഡ് റെസ്പോൺസ്ഡ് ടു ബൈ ദിസ് പാർട്ട് ഓഫ് ട്രാൻസിസ്റ്റർ. അടുത്തത് പറഞ്ഞെങ്കിൽ ട്രാൻസ്ഡക്ഷൻ എലിമെൻ്റ് ആണ്. ദി ഔട്ട്പുട്ട് ഓഫ് ദി സെൻസിങ് എലിമെൻറ്റ് ഈസ് പാസ്ഡ് ഓൺ ദി ട്രാൻസ്ഡക്ഷൻ എലിമെൻറ്റ്. ദിസ് എലിമെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് ദി നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ഇലക്ട്രിക്കൽ സിഗ്നൽ. അങ്ങനെ രണ്ട് എലിമെൻ്റാണ് മെയിനായിട്ട് ഉള്ളത്. അടുത്ത് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് 4 എണ്ണമാണുള്ളത്. ഒന്നാമത്തെ പറഞ്ഞെങ്കിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ, അങ്ങനെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സപ്പോസ് യു നീഡ് ടു മെഷർ പ്രഷർ മെഷർ ചെയ്യണമെന്ന് വിചാരിക്കും. ഇൻ ദിസ് കേസ് വി യൂസ് ബേർഡൻ ട്യൂബ്. Okay, so burden tube acts as primary transducer. It sends the pressure and convert pressure into displacement of its free end. The displacement of free end moves core of linear variable differential transducer, which produces output voltage proportional to movement of core, which is proportional to movement of core, which is again proportional to pressure. Okay, so we are able to measure pressure. Here burden tube is primary transducer and LVDT is secondary transducer. അതായത് ബേർഡൻ ട്യൂബ് ഡയറക്റ്റ് ആയിട്ട് പ്രഷറിനെ ഒരു സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അത് അപ്പോൾ ഡയറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് പ്രൈമറി. പിന്നീട് LVDT എന്ന് പറഞ്ഞെങ്കിൽ ഈ പ്രഷറിനെ ബേർഡൻ ട്യൂബ് കൺവേർട്ട് ചെയ്തതിനെ വീണ്ടും കൺവേർട്ട് ചെയ്യുന്നതാണ് LVDT. അതുകൊണ്ടാണ് അതിനെ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അടുത്ത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. പേര് പോലെ തന്നെ ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്ട് ഇൻപുട്ട് ക്വാണ്ടിറ്റി ഇൻടു അനലോഗ് ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ അതിന് അനലോഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. അത് നേരെ മറിച്ച് ഡിജിറ്റൽ ഫോർമാറ്റിലോട്ടാണ് മാറ്റുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. പിന്നീട് വരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസറാണ്. എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ്? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ ദോസ് വിച്ച് ഡോണ്ട് നീഡ് ആക്സിലറി പവർ സോഴ്സ് ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ട? എനർജിയുടെ ആവശ്യമില്ല. അങ്ങനെയുള്ളതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ദി എനർജി റിക്വയർഡ് ടു പ്രൊഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഫിസിക്കൽ ക്വാണ്ടിറ്റി ബീങ് മെഷർഡ്. ഏതാണോ മെഷർ ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ അതിന് എനർജി കിട്ടും. അതായത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഒക്കെ ടാക്കോ ജനറേറ്റേഴ്സ് പോലുള്ള സാധനങ്ങൾ. ടാക്കോ ജനറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റൊട്ടേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ടാക്കോമീറ്ററിലോട്ട് വയ്ക്കുമ്പോൾ സംഭവിക്കും, അത് കറങ്ങും, അങ്ങനെ തന്നെ എനർജി കിട്ടും. പക്ഷേ പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്താണ്? പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ ദോസ് വിച്ച് നീഡ് ആൻ ഓക്സിലറി പവർ, ഒരു എക്സ്ട്രാ പവർ കൊടുക്കണം. അത് ചിലപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് മെഷർ ചെയ്യില്ല, അങ്ങനെ സംഭവങ്ങൾ. ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്, അതായത് ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ
പൊട്ടൻഷ്യോമീറ്ററിനൊക്കെ നമ്മൾ എന്താണ് പുറത്തുനിന്ന് സോഴ്സ് കൊടുക്കണം. അടുത്ത ട്രാൻസ്ഡ്യൂസർ ആണ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. എന്താണ് ട്രാൻസ്ഡ്യൂസർ? ആസ് മെൻഷൻഡ് ഏർലിയർ കൺവേർട്ട് നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ടു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി. നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ചെയ്യുക. വേറാസ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ അപ്പോൾ എന്തായിരിക്കും? പേര് പോലെ തന്നെ നേരെ തിരിച്ചായിരിക്കും. കൺവേർട്ട്സ് ഇലക്ട്രിക്കൽ സിഗ്നലിനെ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദിസ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻ ടു റിക്വയർഡ് ഫോം. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഒക്കെ എന്താണ് ഇതിന് എക്സാമ്പിളാണ്. ഇറ്റ് കൺവേർട്ട് ഇലക്ട്രിക് സിഗ്നൽ ഇൻ ടു മെക്കാനിക്കൽ വൈബ്രേഷൻ. അപ്പോൾ അങ്ങനെ ഇത്രയാണ്, ചെറിയൊരു ടോപ്പിക്കാണെന്നുള്ളത്. എന്താണ് ട്രാൻസ്ഡ്യൂസർ, എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഡ്യൂസർ, എങ്ങനെയാണ് ട്രാൻസ്ഡ്യൂസറിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഒരു 4 സാധനം. എന്താണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിച്ചു, പിന്നുള്ളത് ക്ലാസിഫിക്കേഷൻ. ഇത്രയും സാധനങ്ങളാണ് ഇന്നുള്ളത്. ഒരു ചെറിയ ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് പഠിക്കും? LVDT എന്താണ്? നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞു LVDT എന്താണെന്ന് പറഞ്ഞു. LVDT ഇവിടെ പറഞ്ഞു. LVDT എന്താ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. LVDT എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് പഠിക്കും.